മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ആ റിപ്പോർട്ടിൽ പറയുന്നത് അയാൾക്ക് റിമോഴ്സ് ചെയ്യാൻ, അയാൾക്ക് പശ്ചാത്താപമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്തതിൽ വിഷമമുണ്ട്. അയാൾ ജയിലിൽ കടന്നിട്ട് ആ മരിച്ച ആളുടെ രണ്ടാമത്തെ കുട്ടീനെ ഉള്ള നോക്കിക്കോളാം എന്നുള്ള രീതിക്കാണ് റിമോഴ്സായിട്ട് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് റീഹാബിലിറ്റേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അയാൾ എങ്ങനെയാണെന്നുള്ളത് റിമോഴ്സിനുള്ള ആകെ ഒരു വാക്കും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും മിറ്റിഗേറ്റഡ് റിപ്പോർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിന് പോയത് വേറെ 2 വക്കീലന്മാരാണ്. ഡിഫൻസ് കൗൺസിലിൽ നിന്ന് വേറെ 2 വക്കീലന്മാരാണ്. മറ്റേ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ചീഫ് ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ചീഫിൻ്റെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ഉത്തരങ്ങളൊന്നും ഈ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി തിങ്കളാഴ്ച. മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വാദം പൂർത്തിയായി. വീഡിയോ കോൺഫറൻസ് വഴി പ്രതി ചെന്താമരയും ഹാജരായിരുന്നു. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ പറ്റുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ എതിർവാദം. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ, എന്തൊക്കെയാണ് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്? നവമി, ഈ ഒരു കേസിൽ അവസാനഘട്ട നടപടികളാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. അതിലാണ് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട്, നിയമസഹായ സമിതിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ എത്തിയത്. അതിൽ പൂർണ്ണമായിട്ടും പറയുന്നത് ഇയാളൊരു മാനസിക സമ്മർദ്ദം നേരിടുന്ന വ്യക്തിയാണെന്നും ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം തന്നെ ചികിത്സ നൽകിയാൽ രണ്ടാമത്തെ കൊലപാതകം ഒഴിവാക്കാൻ കഴിയുമായിരുന്നെന്നും ഇയാൾക്ക് മനപരിവർത്തനം വരാനുള്ളൊരു സാധ്യത അതുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകരുത് എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ ആകെത്തുകയായിട്ട് പറയാനുള്ളത്. ഇയാൾ ജയിലിൽ ജോലി ചെയ്ത് താൻ കൊന്ന സുധാകരൻ്റെ മക്കൾക്ക് പണം നൽകുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മിറ്റിഗേഷൻ നിയമസഹായ സമിതി സമർപ്പിച്ചത്. ഇത് പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ രംഗത്ത് വന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പ്രതിക്ക് പറയാനുള്ളത് മാത്രമാണ് അതിലുള്ളത്. അതല്ലാതെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് റിപ്പോർട്ടല്ല സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പ്രതി താൻ കൊന്ന സുധാകരൻ്റെ മക്കൾക്ക് പണം ജയിലിൽ ജോലി ചെയ്ത് ചെലവിന് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് പരിഹാസ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാകില്ല. ഈ കാര്യത്തിലായിരുന്നു പ്രോസിക്യൂഷൻ്റെ നിലപാട് ഇന്ന് അവർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ പ്രതിഭാഗം ഇതിൽ പാപിക്ക് പശ്ചാത്തലപ്പിക്കാനൊരു സാഹചര്യം ഒരുക്കണം, പാപത്തെയാണ് എതിർക്കേണ്ടത്, പാപിയെ അല്ല എന്ന ബൈബിൾ വചനമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കേസിൽ അവസാന വാദം നടത്തിയത്. എന്താണെങ്കിലും മിറ്റിഗേഷൻ ഈ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിക്കുമോ ഉള്ളതൊക്കെ ഇനി തിങ്കളാഴ്ചയാണ് കേസിൽ അന്തിമ വിധി വരാനിരിക്കുന്നത്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷയെ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട്. എന്നാൽ പ്രായാധിക്യവും മറ്റു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വധശിക്ഷ നൽകരുത് എന്ന നിലപാടാണ് പ്രതിയുടെ ഭാഗം കോടതിക്ക് മുമ്പാകെ വിശദീകരിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് തന്നെ കേസിൽ വിധി വരുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നാടിനെ നടുക്കിയ, മനസാക്ഷിയെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ കിട്ടുമോ, അതോ ഇപ്പോഴുള്ള ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി ആകുമോ കിട്ടുക എന്നുള്ളതൊക്കെ ഇനി തിങ്കളാഴ്ച നമുക്ക് അറിയാനാകും. നവമി. അനുമോദ് പറഞ്ഞത് തന്നെയാണ്, ഈ കുട്ടികളെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഒരു അപഹാസ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും കരുതലുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടാമത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ടതുള്ളത്? അത്രയേറെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വീണ്ടും ഒരു നാടിനെ ആകെ, ഒരു കുടുംബത്തെ ആകെ അനാഥമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തികളൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. ഒപ്പം ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അത് കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
പ്രോസിക്യൂഷന്റെ വാദങ്ങൾ നേരത്തെ തന്നെ കോടതി അംഗീകരിച്ചിരുന്നു. പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ, അതായത് തടഞ്ഞു വെച്ചു, വഴി തടഞ്ഞു വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന 2 വകുപ്പുകളാണ് സുധാകരൻ്റെ കേസിൽ ചുമത്തിയിട്ടുള്ളത്. ലക്ഷ്മിയുടെ കേസിൽ വെട്ടിക്കൊന്നു എന്നുള്ളതും. ഇത് 2 വകുപ്പുകളും പ്രോസിക്യൂഷൻ്റെ കോടതി അംഗീകരിച്ചതാണ്. കോടതി ഈ 2 വകുപ്പുകളിലുള്ള തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് ആ വകുപ്പ് നിലനിൽക്കുന്ന അതിൽ പരമാവധി ശിക്ഷ നൽകുമെന്നും ആണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അത് കോടതി അംഗീകരിച്ചാണ്. ഈ പരമാവധി ശിക്ഷ നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രോസിക്യൂഷൻ്റെ വാദങ്ങളൊക്കെ തന്നെ കോടതി ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ മാത്രമാണ് അതൊരു നടപടിക്രമങ്ങൾ മാത്രമായിട്ടാണ് കാണേണ്ടത്. മിറ്റിഗേഷൻ സമിതി, നിയമസഹായ സമിതി ഇയാളെ സന്ദർശിച്ച് ഇയാളോട് സംസാരിച്ച് ഇയാൾക്ക് പറയാനുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ്. 3 റിപ്പോർട്ടുകൾ വേറെയുമുണ്ട്. അതായത് ഒന്ന് ജില്ലാ സൈക്യാട്രിസ്റ്റ് റിപ്പോർട്ടുണ്ട്, പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ടുണ്ട്. അതിന് പുറമെയാണ് നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടുള്ളത്. അപ്പോൾ ഈ 3 റിപ്പോർട്ടിൽ 2ലും ഇയാൾക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ട്. ഒരു റിപ്പോർട്ടിൽ മാത്രമാണ് ഇയാൾക്ക് ഈ തരത്തിൽ ഒരു മനംമാറ്റം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വലിയ ശിക്ഷ നൽകരുത് എന്നൊരു അഭിപ്രായം ഉള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുള്ള, ആഴത്തിൽ പഠിച്ചുള്ള റിപ്പോർട്ടല്ല, മറിച്ച് ചെന്താമരയ്ക്ക് പറയാനുള്ളത് ഇവർ അതേപടി റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വാദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രതിഭാഗത്തിൻ്റെ വാദപ്രതിവാദങ്ങൾ, പ്രതിഭാഗത്തിൻ്റെ വാദം അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾക്ക് അപൂർവങ്ങളായ കേസായിട്ട് ഇതിനെ പരിഗണിച്ച് കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ നിലപാട് ഏതെല്ലാം ഗ്രൗണ്ടിൽ കോടതി അംഗീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. തിങ്കളാഴ്ച നമുക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തത വരും. അന്തിമ വിധി തൂക്കുകയറിലേക്കാകുമോ അതോ ജീവപര്യന്തത്തിലേക്ക് തന്നെയാകുമോ എന്നുള്ളത് തിങ്കളാഴ്ചയെ അറിയാനാകുള്ളൂ. എന്താണെങ്കിലും നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അതിൻ്റെ വിധി, അതിൻ്റെ നടപടികളൊക്കെ തന്നെ ഇതിനകം ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിച്ചതോടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിധി പറച്ചിൽ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ അനുമോദ്, അതോടൊപ്പം തന്നെ നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം കോടതിയാണ് ഇനി അതിൽ വിധി പറയുക. ഇത്രയും കോടതിയുടെ മുന്നിലേക്ക് വേണ്ടത് തെളിവുകളാണ്, ഒപ്പം സാക്ഷിമൊഴികളാണ്. ഒപ്പം പ്രോസിക്യൂഷൻ ഏത് തരത്തിൽ ഈ കേസിനെ വാദിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സമൂഹം മുഴുവനും, അല്ലെങ്കിൽ ഒരു കേരളം മുഴുവനും, ഒരു കുടുംബം വരെയും ആഗ്രഹിക്കുന്നത് ഈ പ്രതിക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. അതിൽ കുറഞ്ഞതൊന്നും തന്നെ, പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് സമൂഹവും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒരിക്കലും ഒരു കോടതി വിധിയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതൊരു മുൻവിധിയോടെയുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കും. നമുക്ക് സാഹചര്യങ്ങളും അതിൻ്റെ സാധ്യതകളും ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് കഴിയുക. കാരണം ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട്, അവരുടെ വാദം അതായിരുന്നു, ഇവരുടെ വാദം ഇതായിരുന്നു, ഇതിൻ്റെ സാധ്യതകൾ ഇപ്രകാരമാണ്, തെളിഞ്ഞ കുറ്റങ്ങളിൽ പരമാവധി ശിക്ഷ ഇതാണ്, ഇങ്ങനെയൊക്കെ വാദിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഈ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉയരുമ്പോഴും അതിനപ്പുറം കോടതിക്ക് മുമ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിൽ, അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുന്നതിലാണ് ഈ ശിക്ഷയുടെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും. നമുക്ക് കുട്ടികളുടെ ഭാഗം, അത് അവരുടെ ആർക്കാണെങ്കിലും അവരുടെ ആ സ്ഥിതിയിൽ വിഷമം തോന്നും. കാരണം പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ്. ഇയാളുടെ ഛായയുള്ള ഒരാളെ കണ്ടാൽ അത് ഇയാളാണോ, ജയിൽ ചാടി വന്ന് ഞങ്ങളെ കൊല്ലാൻ വരികയാണോ എന്നുള്ള പേടിയിലാണ് അവർ ഈ ദിവസങ്ങളൊക്കെ തന്നെ കഴിച്ചു കൂട്ടുന്നത്. ഇയാളുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ പുറത്തിറങ്ങിയാൽ ഈ കുട്ടികളെയും കൊല്ലുമെന്ന് അവർ പേടിക്കുന്നുണ്ട്. അയാളെ പേടിച്ചിട്ട് അയൽവാസികൾ, പുഷ്പ എന്ന അയൽവാസി നാടേ വിട്ടു പോയിട്ടുണ്ട്. അത് അയൽവാസികൾക്കൊക്കെ ഇയാൾ ഇനി പുറത്തിറങ്ങിയാൽ ഇനിയും ആക്രമണം കാണിക്കുമെന്ന് പേടിയുണ്ട്. ഇതൊക്കെ വസ്തുതകളാണെങ്കിൽ പോലും വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ല കോടതിയിൽ ഒരു വിധി പ്രസ്താവത്തിൽ സ്വാഭാവികമായിട്ടും ആദ്യ പരിഗണനയിൽ ഉണ്ടാവുക. കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ്, നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഉള്ള ശിക്ഷയാണ്. അതിൽ പരമാവധി ശിക്ഷ ഇയാൾ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നിയമങ്ങളിലെ അത് പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗവും ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനിക്കുക. നമുക്കതുകൊണ്ട് തന്നെ
കുട്ടികളുടെയും ഇയാൾക്കെതിരെ വന്ന മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൊടുങ്ക്രൂരനായിട്ട് ഇയാൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് ആ ഒരു സമൂഹം, അതായത് നെന്മാറ മേഖലയിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം എല്ലാവരും ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ അഭിപ്രായം അതാണെന്ന് പറയാമെന്നല്ലാതെ വധശിക്ഷ ഇയാൾക്ക് ലഭിക്കുമെന്നോ ലഭിക്കില്ല എന്നോ ഒന്നും നമുക്ക് പറയാനാകില്ല. അതൊക്കെ മുൻവിധിയോടെയുള്ള നമ്മുടെ പ്രസ്താവനകളായിരിക്കും. എന്താണെങ്കിലും പ്രോസിക്യൂഷൻ വധശിക്ഷ ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി പറയാനും കഴിയുന്നൊരു കാര്യം. നവമി. ശരി, അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയുടെ വിധി തിങ്കളാഴ്ച അറിയാം. മറ്റൊരു വാർത്തയിലേക്ക്. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബെൽത്തങ്കണ്ടി കോടതിയിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെ 7000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കർണാടക DGP ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ അന്വേഷണത്തിനായി രൂപീകരിച്ചത്. കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. അതിന്റെ ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും നവമി, ഈ കേസിൽ ഏറ്റവും പ്രധാനം SIT അന്വേഷണമാണ്. 1 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ബെൽത്തങ്ങാടി കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഇടക്കാല റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇത് 7000-ഓളം പേജും അതുപോലെ തന്നെ 12 ഫയലുകളും അതോടൊപ്പം ഹാർഡ് ഡിസ്കുകളുണ്ട്. ഈ പല ആളുകളുടെ മൊഴി എടുത്തിരുന്നു. ആ മുഴുവൻ ഹാർഡ് ഡിസ്ക്, അതോടൊപ്പം 255 സാക്ഷികളെ വിസ്തരിച്ചു. ഇങ്ങനെ വിശദമായൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച മനുഷ്യ തലയോട്ടി, അതോടൊപ്പം നിരവധി അസ്ഥികൾ. ഇത് നേരത്തെ കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടുണ്ടായിരുന്നത്. അത് അത്തരം കാര്യങ്ങളൊക്കെ ഈ കോടതിയിൽ ഈ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കോടതിയുടെ വിധി ഈ കാര്യത്തിൽ എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്നാണ് ഈ ഒരു വെളിപ്പെടുത്തലുണ്ടായത്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറഞ്ഞ് പിന്നീട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 1 വർഷം നീണ്ടുനിന്ന ആ ഒരു സംഭവത്തിൽ പരിശോധനയിൽ നിരവധി അസ്ഥികൂടങ്ങൾ ലഭിച്ചു. പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം, അതോടൊപ്പം തലയോട്ടി, അങ്ങനെ നിരവധി വസ്തുക്കളാണ് ഇതിൽ തെളിവായി ലഭിച്ചത്. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വളരെ നിർണായകമായിരുന്നു. ആ ഫോറൻസിക് പരിശോധന ഫലത്തിൽ ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്നാണ് നേരത്തെ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് അടക്കമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചത്. ഇനി ഇതിൽ ബെൽത്തങ്ങാടി കോടതി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി ഇതിലൊരു അന്തിമ വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിൽ പ്രധാനമായും SIT പറയുന്നത് ബംഗളഗുഡെ എന്ന് പറയുന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ വിശദമായ ഒരു പരിശോധന നടത്താൻ നിലവിൽ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിക്കുമോ? അതാണ് ധർമ്മസ്ഥല കേസിൽ ഏറ്റവും നിർണായകമാവുക. എന്തായാലും കൊലപാതകം നടന്നിട്ടുണ്ട്, അസ്വാഭാവികമായ മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് നിരവധി സാക്ഷികളും ഇത്തരത്തിൽ ഇത് കണ്ടതിന് നേരത്തെ ചിന്നയ്യ എന്ന് പറയുന്ന ആദ്യം മാസ്ക് മാനായി വരുന്നു, പിന്നീട് ചിന്നയ്യ എന്ന് പറയുന്ന ഇയാളുടെ പേര് പുറത്തു വരുന്നു. ഇയാളാണ് ഇത് പുറത്തു കൊണ്ടുവന്നതെങ്കിലും പിന്നീട് ഇയാൾ കൂറുമാറുന്ന സാഹചര്യമാണത്. സാക്ഷി പിന്നീട് പ്രതിയാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷം വിട്ടലഗൌഡ ഉൾപ്പെടെ നിരവധി ആളുകൾ സാക്ഷിയായി ഇങ്ങനെ കണ്ടു എന്ന് പറയാൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട 1 വർഷത്തോളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസിൽ ഇനി അതിന്റെ ഭാവി എന്താണ്, മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ പുറത്തു വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ? വിശദമായ പരിശോധന ബംഗളഗുഡ കേന്ദ്രീകരിച്ച് ഉണ്ടാവുമോ? ഈ ബംഗളഗുഡ എന്ന് പറയുന്നത് ഒരു ശവപ്പറമ്പ് പോലെ എന്നാണ് SITയുടെ പ്രാഥമിക റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വിശദമായ ഒരു പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ നടത്തണമെന്നൊരു ആവശ്യമാണ് SIT നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലും SIT അത് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കോടതി നിർദ്ദേശമായിരിക്കും ഏറ്റവും പ്രധാനം. ഏതായാലും ഈ ഒരു വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തുവിടുന്നത്. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേത്രാവതി സ്നാനഘട്ടയ്ക്ക് ചുറ്റും 1 മുതൽ 13 വരെ
പോയിന്റുകളായി തിരിച്ച് അവിടെ വിശദമായ പരിശോധന നടത്തുന്നൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ്. അവിടെ 6ാമത്തെ പോയിന്റിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. പക്ഷെ മറ്റ് പലയിടങ്ങളിൽ നിന്നും ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 95 മുതൽ 2014 വരെ കാലയളവിലാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നു എന്ന മൊഴിയുള്ളത്. അത്ര പഴക്കമുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കുഴിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബംഗളകുട്ടയിൽ അങ്ങനെയല്ല. ആയിരക്കണക്കിന് അസ്ഥികളും അതോടൊപ്പം 7ഓളം തലയോട്ടികളും മനുഷ്യന്റെ തലയോട്ടികളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അതിൽ 2 തലയോട്ടി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. DNA സാമ്പിൾ ശേഖരിച്ചു വെച്ചതിൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മൈസൂറിലെയും മടിക്കേരിലെയും 2 പേരുടേതാണ്. എന്തായാലും ഈ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അത് ആരുടെ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ ഇനി തുടർ പരിശോധനയൊക്കെ നടക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇത് കോടതിയിൽ ഇങ്ങനൊരു തെളിവായി വരികയും കോടതി ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ 7000 പേജുള്ള റിപ്പോർട്ട് അത് നിർണായകമാണ്. പ്രത്യേകിച്ച് SIT എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കോടതിയിൽ ബോധിച്ചാൽ മാത്രമായിരിക്കും ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. ഈ ബൈജു, ഈ വാർത്തയുടെ തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഉടനീളം എനിക്ക് തോന്നി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ അടക്കം വരെ അതുവരെ ബൈജു കൃത്യമായി തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബൈജുവിന്റെ ഒരു നിഗമനത്തിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പല ആവർത്തി ഈ കേസുമായി ബന്ധപ്പെട്ട പല തരത്തിലേക്ക് ഇത് പോകുന്ന സാഹചര്യമുണ്ട്. ഇത് വ്യാജ പരാതിയാണെന്ന് വരെ എത്തിക്കുന്ന തരത്തിലേക്ക് പലരുടെയും ഇടപെടൽ ഉണ്ടായി. അപ്പോൾ ബൈജുവിന് എന്താണ് തോന്നുന്നത്? ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കോടതി ഇതിൽ ഇടപെട്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് എന്താണ് ഉണ്ടായതെന്ന് കണ്ടെത്തണമെന്ന ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ബൈജു പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും നാം ഈ ഒരു 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ള സ്പോർട്ട് ന്യൂസിലാണ് നമ്മൾ ആദ്യമായി ധർമ്മസ്ഥല എന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കൃത്യം 1 വർഷമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു സംഭവത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ കണ്ടത് വലിയ തോതിൽ ആയിരക്കണക്കിന് ആൾ പങ്കെടുത്ത ആക്ഷൻ കമ്മിറ്റിയുടെ യോഗമാണ്. അതായത് ധർമ്മസ്ഥലയിൽ ഇത്തരം സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്, സൗജന്യ കേസ് ഉൾപ്പെടെ അന്വേഷിക്കണം, അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു ആളുകൾ കൂടിയിരുന്നത്. അവരുടെ പ്രതികരണം വെച്ചാണ് ആദ്യം ന്യൂസ് 18 ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് പല കുടുംബങ്ങളിലേക്കും നമ്മൾ ചെന്നു, പല ആളുകളുടെയും വേദനകൾ നമ്മൾ പങ്കുവച്ചു. അവരുടെ ഇത്തരത്തിൽ മകൾ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ കണ്ടു. പിന്നീട് ഇതിലൊന്നും, ഈ കേസിലൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടിയില്ല. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കാണാതായവരെ കുറിച്ച് പോലും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. മൃതദേഹങ്ങൾ ലഭിച്ചാൽ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ അതിന് ഒരു പരിശോധന പോലും നടത്താതെ, പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അത് സംസ്കരിക്കുന്ന രീതി. അങ്ങനെ ധർമ്മസ്ഥലയിൽ ദുരൂഹത ഏറെയാണ്. പക്ഷേ ഇതിലെല്ലാം അപ്പുറം തെളിവുകളാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കൃത്യമായ തെളിവ് SITക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഈ പ്രതിഷേധവും അല്ലെങ്കിൽ ആരോപണവുമായി ഉന്നയിച്ചവരൊന്നും ഈ കേസിൽ പ്രതികളാണ്. പ്രത്യേകിച്ച് മനാഫ് ഉൾപ്പെടെ ഇതിൽ വലിയ തോതിൽ ഇതിൽ ഇടപെടൽ നടത്തിയ ഒരാളാണ്. അങ്ങനെ അവരൊന്നും ഇതിൽ പ്രതികളല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഇതിൽ കൃത്യമായി SIT സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷികളാണ്. മനാഫ് 2ാം സാക്ഷി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം കൃത്യമായ മൊഴി രേഖപ്പെടുത്തി ഇത്രയും വലിയൊരു അന്വേഷണം, അതായത് കർണാടക DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി തന്നെയാണ് ആവശ്യപ്പെട്ടത്. അത്രത്തോളം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സംഘം, 20ഓളം സംഘം പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ബെൽത്തങ്ങാടിയിൽ സ്ഥാപിച്ച് SITക്ക് വേണ്ടി ഇതിനായി ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ വരെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന, 1 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിൽ കൃത്യമായി അവിടെ ഇത്തരത്തിൽ അസ്വാഭാവികമായ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ തന്നെ പ്രാഥമികമായി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഇത് ഈ ബംഗളകുട്ടെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തണം. അത് കോടതിയുടെ ഇനി ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും കോടതി ഇതിൽ നടത്തുക എന്നതനുസരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ. അത് SIT ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളകുട്ടയിൽ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ഇനിയും ഉണ്ട് എന്നാണ് SITയുടെ റിപ്പോർട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും. അതോടൊപ്പം ഇപ്പോൾ കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് അറിയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന് ഇപ്പോഴേക്കും 1 വർഷമാകുമ്പോഴേക്കും 72 ആളുകളാണ് SITക്ക് മുന്നിൽ പരാതിയുമായി എത്തിയത്. കാണാതായവരുണ്ട്, ഇത്തരത്തിൽ ഇവിടെ എത്തിയ ആളുകളുണ്ട്. അതോടൊപ്പം പല ദിക്കുകളിൽ നിന്നും കാണാതായി, ധർമ്മസ്ഥലയിൽ എത്തി കാണാതായി എന്നൊക്കെ പറയുന്ന ഒരുപാട് കേസുകൾ, 72 കേസുകൾ ഇപ്പോൾ
ഇപ്പോൾ SITക്ക് മുന്നിലുണ്ട്. അത്തരം കേസുകൾ ഇനി അതിന്റെ ഭാവി എന്തായിരിക്കും? അത് മുന്നോട്ട് അന്വേഷണവുമായി SIT പോകുമ്പോൾ അതെല്ലാം കോടതിയുടെ ബെൽത്തങ്ങാടി കോടതി ഇതിൽ വിശദമായ വാദം ഇതേ ദിവസം തന്നെ ഈ ചിന്നയ്യയുടെ വാദം കൂടി കേൾക്കുന്ന സാഹചര്യം ഇന്നലെ കൗതുകരമായിട്ടുണ്ടായിരുന്നു. SIT റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതേ ദിവസം ഇന്നലെ ഈ ഒരു ചിന്നയ്യയും കൂടി ഇതിൽ വിസ്തരിച്ചു. ചിന്നയ്യയുടെ വാദം ഇനി 29-ലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം ഇതിൽ കോടതി കൃത്യമായി ഈ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു നിലപാടെടുക്കുക. എന്തായാലും അവിടെ നിന്ന് ലഭിച്ച തലയോട്ടി, അതോടൊപ്പം രേഖകൾ, മൊബൈൽ ഫോൺ, 4 TBയുടെ ഹാർഡ് ഡിസ്കിലാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മണിക്കൂറുകളോളമാണ് ഇതിൽ സാക്ഷി മൊഴികളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാം കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതിക്ക് ഇത് വിശദമായി പരിശോധിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗളഗുഡ കേന്ദ്രീകരിച്ച ഒരു പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം 72 പരാതികൾ ഇപ്പോൾ SITക്ക് മുന്നിലുണ്ട്. ആ 72 പരാതികളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്. ധർമ്മസ്ഥല കേസിലാണ് SIT അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ പാലിയേക്കരയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ. ധർമ്മപുരി പെൺനഗരം അഗ്രഹാരത്തിൽ ചിന്നപ്പെരുമാൾ പ്രഭാകരനാണ് പിടിയിലായത്. തലവണിക്കര സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും ഒന്നിച്ച് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. കരിങ്കല്ലുകൊണ്ട് ഇടിച്ചാണ് പ്രഭാകരനെ കൊന്നത്. ആഴത്തിലുള്ള മുറിവിൽ നിന്നും രക്തം വാർന്നാണ് മരണം. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, എന്തിനാണ് ഈ പ്രഭാകരനെ കൊലപ്പെടുത്തിയത്? നവമി, ചൊവ്വാഴ്ച രാവിലെയാണ് പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിൽ ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കേസിലെ പ്രതിയായ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ചിന്നപ്പെരുമാൾ പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചന്ദ്രനും ഈ പ്രതിയായ ഈ പ്രഭാകരനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ തർക്കത്തിനിടെ പ്രഭാകരൻ കരിങ്കല്ല് കൊണ്ട് ചന്ദ്രന്റെ തലക്കിടിക്കുകയായിരുന്നു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് കഠിനമായി, അതായത് വളരെ കൂടുതലായി ഈ രക്തം വാർന്നാണ് ചന്ദ്രൻ മരണപ്പെട്ടതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റിലായ പ്രഭാകരനെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അതായത് ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, കൂടുതൽ ആളുകൾ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കുറെ നാളുകളായി ഈ പാലിയേക്കര മേഖല കേന്ദ്രീകരിച്ച് അവർ മറ്റ് തൊഴിലെടുത്തൊക്കെ ജീവിക്കുന്നവരാണ്. രാത്രി സമയങ്ങളിൽ കടത്തിണ്ണകളിലും ഈ പാലത്തിന് താഴെയൊക്കെയാണ് ഇവർ അന്തി ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സൗഹൃദം, പരിചയം ഈ ചന്ദ്രനും ഈ കൊലയാളി പ്രതിയായിട്ടുള്ള പ്രഭാകരനും തമ്മിലുണ്ട്. പല ദിവസങ്ങളിൽ ഇവർ സംഘം ചേർന്ന് മദ്യപിക്കും. മദ്യപിച്ച ശേഷം വഴക്കിടാറുണ്ട്. അതൊരു പതിവായിട്ടുള്ള രീതിയാണ്. അത് നാട്ടുകാർക്കും പലപ്പോഴും ഇത് വലിയ ശല്യമായിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധരാണ്. കാരണം പലപ്പോഴും ഈ മദ്യപിക്കുക, രാത്രി സമയങ്ങളിൽ മദ്യപിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടുകാരെ അസഭ്യം പറയുക, അതൊരു പൊതുവായിട്ടുള്ള രീതിയായിരുന്നു. അങ്ങനെ പലപ്പോഴും ഇതിനു മുൻപും ഇവർക്കെതിരെ പരാതിയൊക്കെ നാട്ടുകാർ പോലീസിന് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രിയിൽ ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത്. ഈ ചന്ദ്രനും പ്രഭാകരനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. അങ്ങനെ അത് വലിയ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുക. ചെറിയൊരു വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ടോമി, പ്രഭാകരൻ ഒരു പൊതുശല്യമാണെന്ന് നേരത്തെ പോലീസിനടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്തത്, കേസ് എടുക്കാത്തത്? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചന്ദ്രന്റെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും കടക്കില്ലായിരുന്നല്ലോ. കാരണം ഇതിനു മുൻപ് പലപ്പോഴും നമുക്കറിയാം, ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതുപോലെ ഈ രാത്രി സമയങ്ങളില് പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതൊക്കെ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അവർ പോലീസ് പരാതിപ്പെട്ട് കഴിഞ്ഞാലും ഈ മദ്യപാനികൾക്കെതിരെയും ലഹരി സംഘങ്ങൾക്കെതിരെയും പോലീസ് പലപ്പോഴും നടപടി സ്വീകരിക്കാറില്ല. ഈ ആക്ഷേപം ഈ പാലിയേക്കരയിലുള്ള നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപും ഇരുവരും തമ്മിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. ഇങ്ങനെ സ്ഥിരമാണ്, അതായത് നാട്ടുകാർക്ക് പിന്നെ ഒരു സ്ഥിരമായി മാറി ഈ മദ്യപാനവും ഈ ബഹളവും അസഭ്യവർഷവും വാക്കുതർക്കവും ഒക്കെ വലിയൊരു സ്ഥിരം അവർ കാണുന്നൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം
ഈ ഒരു വാക്കുതർക്കം നിസ്സാരമായിട്ടുള്ളൊരു വാക്കുതർക്കമാണ്. അത് പിന്നെ കൊലപാതകത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചന്ദ്രൻ ഉറങ്ങുന്ന സമയം ഈ പ്രഭാകരൻ ഒരു കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ്, കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് ചന്ദ്രൻ മരിച്ചതെന്നാണ് പോലീസിന് അന്വേഷണത്തിലും കണ്ടെത്തി. തുടക്കത്തിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല. അതായത് ഇത് ഇയാളെ ഈ പാലിയേക്കര മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. പക്ഷേ ഈ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ തുടക്കത്തില് അതൊരു കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അന്വേഷണം നീങ്ങിയത്. പക്ഷെ ആരാണ് കൊലപ്പെടുത്തിയത് സംബന്ധിച്ച ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരമായും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇരിക്കുന്നവർ, അതായത് ഈ പ്രഭാകരൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മേൽപ്പാലത്തും പരിസര പ്രദേശങ്ങളുമായി സംഭടിക്കുന്നുണ്ട്, അന്തി ഉറങ്ങുന്നവരുണ്ട്. അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. പിന്നീട് നിരവധി CCTVകൾ പരിശോധിക്കുന്നു. പ്രഭാകരൻ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്യുന്നു. പ്രഭാകരൻ കുറ്റം സമ്മതിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. ശരി, ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പാലിയക്കരയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ധർമ്മപുരി പെൺനഗരം അഗ്രഹാരത്തിൽ ചിന്ന പെരുമാൾ പ്രഭാകരനാണ് പിടിയിലായത്. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റേതാണെന്നുള്ള പോലീസിന് വ്യക്തമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുകയാണ്. ബൈജു, എന്താണ് പോലീസ് പറയുന്നത്? നവമി, നെല്ലിക്കുന്ന് കടപ്പുറത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ തലയില്ലാത്ത ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതിലിപ്പോൾ ദുരൂഹത ഏറുകയാണ്. കാരണം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ അത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനെന്നാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. ഏതായാലും കേരളത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമല്ല ഇതെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കർണാടക ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലെത്തിയതാണെന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പോലീസ് കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആരെങ്കിലും ഇത്തരത്തിൽ കാണാതാവുക അല്ലെങ്കിൽ അസ്വാഭാവിക രീതിയിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മൃതദേഹത്തിന്റെ പ്രായം ഇതുവരെ പോലീസിന് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. നെല്ലിക്കുന്ന് കടപ്പുറത്താണ് ഇത്തരത്തിൽ തലയില്ലാത്ത മൃതദേഹം കരക്കടഞ്ഞത്. 1.5 മാസം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമായിരുന്നു ഇത്. ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ഹാർബറിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ആദ്യം ഇത്തരത്തിലൊരു മൃതദേഹം കാണുന്നത്. മൃതദേഹത്തിന്റെ കാലിലെ മാംസഭാഗങ്ങളെല്ലാം വേർപെട്ട നിലയിലായിരുന്നു. അതുപോലെ തന്നെ അസ്ഥികൾ പുറത്തേക്ക് തള്ളിയ നിലയിലുമായിരുന്നു. എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഇത്തരത്തിൽ തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. നവമി, ബൈജു, പോലീസിന്റെ അന്വേഷണം അതിൽ ഈ നേരത്തെ ഈ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പോലീസിന് കാസർഗോഡ് പരിധിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത്തരത്തിലുള്ള പോലീസിന്റെ അന്വേഷണം ഉണ്ടോ? ഒപ്പം ഇതെങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നു. അവർ എന്ത് തരത്തിലുള്ളൊരു വിവരമാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്? നവമി, തുടക്കത്തിൽ പോലീസിന് ഒരു സംശയമുണ്ടായത് അതാണ്. കാസർഗോഡ് ജില്ലയിലോ അതല്ല കേരളത്തിൽ മറ്റേ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഇങ്ങനെ മിസ്സിംഗ് ഉണ്ടോ എന്ന് സംബന്ധിച്ചായിരുന്നു അന്വേഷണം നടത്തി. പക്ഷേ ഇപ്പോൾ പോലീസിന് ഇപ്പോൾ ഇത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായത് ഇത് നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഒരു മൃതദേഹമാണ്. അത് കേരളത്തിൽ നടത്തിയതല്ല എന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ഇങ്ങനെ കാണാതായതോ അല്ലെങ്കിൽ ദുരൂഹത ഉള്ള മൃതദേഹമോ ആണ് എന്ന ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്താൻ സാധിക്കില്ല. പ്രധാനമായും കർണാടകയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു രീതിയിലാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മംഗളൂരു ഉൾപ്പെടെയുള്ള ഉടുപ്പി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക തരത്തിൽ ആരെങ്കിലും കാണാതായോ എന്ന സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അതല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടൽ തീരങ്ങളിലോ മറ്റോ കുഴിച്ചിട്ട മൃതദേഹം അത്
ഏതെങ്കിലും തരത്തിൽ തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തതാണോ എന്നടക്കമുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ അങ്ങനെ തല വേർപെട്ട രീതിയിൽ മൃതദേഹം വരാൻ സാധ്യത കുറവാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ മേഖലയിലെ അവർക്ക് പല പരിചയം അത്തരത്തിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാമാണ് ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൽ മുറിവേറ്റ നിലയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതിയിലാണ് ഇത് ഈ കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഇങ്ങനെ മൃതദേഹം അടിയാൻ ഇടയായതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, ഇത് മലയാളികളാവാനുള്ള സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. ഒരു പുരുഷന്റേതാണ്, പക്ഷേ 1.5 മാസത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് മൃതദേഹം ഉള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെങ്കിലും ഇങ്ങനെ സമീപിക്കുമോ, പോലീസിനെ സമീപിക്കുമോ, കാണാതായത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എത്തുമോ എന്നതാണ് നോക്കേണ്ടത്. ഏതായാലും നിലവിൽ ഇതിൽ പോലീസിന് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് അവർ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. നവമി, കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Wants to know what's the best way to grow? Let's go. Go farther. So far ahead that the competition can't spot you. Let alone catch you. And grow your audience's insight. Because stocks may go up or down, but knowledge is invaluable. Go. Assemble the A-team. The ones who reach the top and then keep going. Go into uncharted territories. Blur the lines between media and technology and watch as you make wealth grow. Go, build partnerships with the very best and grow your voice because the world needs India's perspective more than ever. Go, hustle your way into India's pulsing creator economy and then transform the hub. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല. അൽഡ്രീം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം അൽഡ്രീമിൽ നിന്നും ഭക്ഷണം കഴിച്ചവർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ഷിഗല്ല ബാധിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ നിന്നും ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, അൽഡ്രീം കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കുകയും പിന്നീട് ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തത്. എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം? ഇതിൽ കൂടുതൽ ഒരു അപ്ഡേഷൻസ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ഭക്ഷ്യവിഷബാധ എന്ന രീതിയിലെല്ലാം തന്നെയായിരുന്നു പൊതുവിൽ തന്നെ പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ളൊരു രീതിയിലായിരുന്നു ഇതിനെ കണ്ടിരുന്നതും പരിശോധനകൾ തുടർന്ന് നടക്കുകയും ചെയ്തത്. പക്ഷേ കൂടുതൽ ഇതിൻ്റെ ഒരു എന്താണ് സംഭവിച്ചതെന്ന വിശദാംശങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് അടക്കം തുടർ പരിശോധനകൾ നടന്നപ്പോഴാണ് ഇതിപ്പോൾ ഷിഗല്ല എന്ന രീതിയിലേക്ക് സ്ഥിരീകരിക്കുന്നത്. 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അതുണ്ടാകാനുള്ളൊരു സാധ്യതയും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് വെള്ളത്തിൽ നിന്ന് പകരുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഇവർ ഉപയോഗിക്കുന്ന വെള്ളം അവർ പറയുന്നത് ഈ കോർപ്പറേഷൻ അംഗീകൃതമായി ജലവിതരണം നടത്തുന്ന ടാങ്കർ ലോറിയിൽ നിന്നും മറ്റുമാണ് ശേഖരിക്കുന്നതെന്നെല്ലാമാണ് പ്രാഥമികമായി നൽകുന്ന വിവരം. പക്ഷേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഇതാണ് രോഗം, ഇതാണ് എങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതിൽ ആകുലപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് എങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ ആ പരിശോധനകൾ നടത്തേണ്ടി വരും എന്നത് തന്നെയാണ്. ഈ രോഗം ഷിഗല്ല എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും, കൂടുതൽ ഇടങ്ങളിൽ വേണ്ടിവരും എന്നതെല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതൊരു ഗുരുതരമായൊരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വൈകാതെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് വിലയിരുത്തപ്പെട്ടിരുന്നത്. ആ രീതിയിലായിരുന്നു
കാര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒരു മാനം മാറിയിരിക്കുന്നു എന്നതാണ്. ഷിഗല്ല എന്ന രീതിയിലേക്ക് രോഗസ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പരിശോധനകൾ അടക്കം ഇവിടെ വേണ്ടിവരും. അവർക്ക് ഇത് ജലവിതരണം ചെയ്യുന്ന ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലടക്കം പരിശോധനകൾ വേണ്ടിവരും. അവർ എവിടെയെല്ലാം കൊടുക്കുന്നു എന്നതെല്ലാം പരിശോധനയിലേക്ക് വരും. കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുവെന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ആ ഒരു ദിവസത്തിൽ സംഭവിച്ചതാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലെല്ലാം തന്നെ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരിലെല്ലാം വ്യക്തമായ രീതിയിലൊരു പരിശോധനാ ഫലമടക്കം വരേണ്ടതുണ്ട് എന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഏതായാലും അൽഡ്രീം സംബന്ധിച്ച കൂടുതൽ ഈ മന്തി ബിരിയാണി അടക്കമുള്ള ആ കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ അവരുടെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എന്ന രീതിയിലെല്ലാം തന്നെ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് നഗരത്തിൽ തന്നെ വിവിധയിടങ്ങളിലായിട്ട് ഈ ഹോട്ടലുകളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എല്ലായിടങ്ങളിലും പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. നന്ദി. അത് തന്നെയാണ് ഡാനി. ഇനി മറ്റിടങ്ങളിലും മറ്റ് ഹോട്ടലുകളിലും ഒക്കെ പരിശോധന ആക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു രോഗം പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും. അങ്ങനെയാണെങ്കിൽ മറ്റ് ഹോട്ടലുകളിലെ പ്രധാനപ്പെട്ട ഹോട്ടൽ എന്നല്ല, ചെറിയ ഈ തട്ടുകടകളിലായിക്കോട്ടെ, അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം വിളമ്പരുന്നത്. അവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു പരിശോധന നടത്താനാണ് ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നത്? കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണം. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാം ഭക്ഷ്യ വസ്തുക്കൾ മാത്രം പരിശോധിച്ച് പോകുന്ന രീതിയിലേക്കടക്കമാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഉപയോഗശൂന്യമായ സാധനങ്ങളെല്ലാം ഇത്തരം ഹോട്ടലുകളിലേക്ക് എത്തുമ്പോൾ എളുപ്പത്തിൽ പരിശോധന കണ്ടുപിടിക്കാനെല്ലാം തന്നെ സാധിക്കുന്നതാണ്. ചിലപ്പോഴെല്ലാം സാമ്പിളുകൾ ശേഖരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് കൂടുതൽ ഈ ജലജന്യ രോഗങ്ങളിലടക്കം ഇതിൽ പെടുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് വേണം. ഇപ്പോൾ നാം സൂചിപ്പിച്ചതുപോലെ കൊച്ചി എന്ന് പറയുന്നത് നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയാത്ത അത്രയും ഈ തട്ടുകടകളും ഹോട്ടലുകളും ഫുഡ് സ്പോട്ടുകളെല്ലാം തന്നെ നിറഞ്ഞൊരിടങ്ങളാണ്. ചിലതിന് അംഗീകാരമുണ്ട്, മറ്റു ചിലതിന് അംഗീകാരമില്ല. ആരുടെയും അനുവാദമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന പലയിടങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ എത്രമാത്രം പരിശോധനകൾ ശക്തമാക്കാൻ കഴിയുമെന്നത് ഒരു ചോദ്യമാണ്. അതിൽ നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചാലും കൊച്ചിയിൽ ഇത് മുഴുവനാക്കി തീർക്കാൻ കഴിയണമെന്നില്ല ചുരുങ്ങിയ സമയം കൊണ്ട്. പക്ഷേ ഒരു സാമ്പിൾ മെത്തേഡ് എന്ന രീതിയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധനകളിലേക്കെല്ലാം തന്നെ പോകാനാണ് ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്ന് തന്നെയാണ്. അത് ഈ രീതിയിൽ വെള്ളം വിതരണം ചെയ്തതാണോ എന്നതടക്കം കണ്ടെത്താനുള്ളൊരു ശ്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കൂടുതൽ പരിശോധന നടക്കുകയാണ്. എന്തായാലും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് തീർച്ചയായും ഇത് വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അച്ചടക്കത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പരിശോധനകളിലേക്ക് തന്നെയാണ് ആരോഗ്യവകുപ്പും കടക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. അൽഡ്രീം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അൽഡ്രീം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നത്. ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസടക്കം സുപ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തും. നാളെ പ്രോസിക്യൂട്ടർമാരുടെ യോഗം ചേരും. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസടക്കം സുപ്രധാന കേസുകളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക എന്നാണ് മനസ്സിലാകുന്നത്. യോഗം ആരംഭിച്ചോ? എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം? നവമി, ഇഡിയുടെ കൊച്ചിയിലെ സോണൽ ഓഫീസിലാണ് യോഗം ചേരുന്നത്. ദക്ഷിണ മേഖലാ മേധാവി അടക്കമുള്ള ആളുകളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതായത് ഇഡിയുടെ ചെന്നൈയിലെ അഡീഷണൽ ഡയറക്ടർ അദ്വൈതേ ആനന്ദ് കൊച്ചി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കൊച്ചി ഓഫീസിന്റെ അധിക ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറാണ് അദ്വൈതേ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഡിയെ സംബന്ധിച്ചിട്ട് അടുത്ത് കേരളത്തിൽ വിവാദമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ, ഒന്ന് CMRL എക്സാലോജി കേസ്, മറ്റൊന്ന് വ്യാജരേഖ
ചമയ്ക്കൽ, അതായത് അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കൽ, ഈ 2 കേസുകളുടെയും പുരോഗതി വിലയിരുത്തണം, തുടർ നടപടികളിലേക്ക് കടക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ദക്ഷിണ മേഖല യോഗം ചേരുന്നത്. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. CMRലുമായി ബന്ധപ്പെട്ട വീണ ടിയുടേതടക്കമുള്ള സ്വത്തുകൾ കണ്ടുകിട്ടുന്ന നടപടികളിലേക്ക് ഇടിക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം നടത്തണം, പരിശോധനകൾ കൂടി നടത്താനുണ്ട്. എന്തായാലും നിലവിൽ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ച ശേഷമുള്ള നടപടിക്രമങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അതേസമയം തന്നെ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട്, അതായത് നജീബ് കല്ലട്രയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കൽ, അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇഡി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം കൂടി ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 കേസുകൾ, ഒന്ന് അങ്ങേയറ്റം രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ കേസ്, മറ്റൊന്ന് കേരളത്തിലെ തന്നെ അവയവദാന മേഖലയെ അങ്ങേയറ്റം സ്തംഭിപ്പിച്ച മറ്റൊരു കേസ്. ഈ 2 കേസുകളുടെയും പുരോഗതി വിലയിരുത്തണം, തുടർ നടപടികളിലേക്ക് കടക്കണം. CMRL എക്സാലോജിക് കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളുടെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശേഖരണം ഇഡി ഇതിനകം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടുകിട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, CMRലെ കള്ളപ്പണ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇഡി എന്തായാലും ഈ അവലോകന യോഗം ചേരുന്നത്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവലോകന യോഗത്തിന്റെ ലക്ഷ്യം. നവമി. ആജ്ഞ, ഒരു കാര്യം കൂടി, ഈ മാസപ്പടി കേസിൽ വീണ വിജയനെ 2 തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇനിയുമുള്ളൊരു ചോദ്യം ചെയ്യൽ, അത് ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇനിയും വീണയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള സാഹചര്യമുണ്ടോ? ഇനി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനായിരിക്കുമോ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്? നവമി, നേരത്തെ 2 തവണ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴും മതിയായ രേഖകൾ വീണ കൈമാറിയില്ല എന്നായിരുന്നു ആ സമയത്ത് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, അതിനുശേഷം ഭർത്താവ് റിയാസിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലേക്കും കൂടി ഇഡി കടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2020 മുതൽ ഉള്ള, അതായത് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എക്സാലോജിക് CMRL പണമിടപാടിന്റെ രേഖകളായിരുന്നു ഇഡിക്ക് വേണ്ടിയത്. പക്ഷേ വീണയുടെ ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലെ, അത് HDFC ബാങ്കിന്റെ ഒരു ലോക്കറായിരുന്നു വീണ ഉപയോഗിച്ചത്. അതിൽ നിന്നും ലഭിച്ചത് 1.5 ലക്ഷം രൂപയുടെ പണമിടപാടും, അല്ല 1.5 ലക്ഷം രൂപ മാത്രമാണ് അതിൽ ബാങ്ക് ബാലൻസ് കാണിച്ചിരുന്നത്. ബാക്കി ഈ പണം എവിടെ പോയി, അതായത് 2,78,00,000 രൂപ, ഈ പണം എവിടെ പോയി എന്നുള്ള കാര്യം ഇഡിക്ക് വ്യക്തതയില്ലായിരുന്നു. അതല്ലെങ്കിൽ ഈ വീണയുമായുള്ള ചോദ്യം ചെയ്യലും മറ്റു രേഖകൾ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. അതേസമയം വീണ തൈക്കണ്ടിയിലെ വിവാഹം റിയാസുമായി നടന്നതിന് ശേഷം മറ്റ് അക്കൗണ്ടുകളിലേക്ക് പോയോ, റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ, മറ്റേതെങ്കിലും ബെനാമി അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണവും ഇഡി ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കൂടി ഒരു സംഗ്രഹമാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്സാലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ടതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇഡി SFIOയുടെ റിപ്പോർട്ടിന് ശേഷമുള്ള, അല്ല കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള ഇഡി അന്വേഷണം നടന്നു വന്നത് എങ്ങനെയാണ്, അതിനുശേഷം ഉള്ള ഇഡി അവലോകന യോഗമാണ്. തുടർ നടപടികൾ എങ്ങനെ വേണം, വീണ തൈക്കണ്ടിനെ വീണ്ടും ചോദ്യം വിളിക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ റിയാസിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടോ, മറ്റ് അന്വേഷണ പുരോഗതി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും സോണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ, അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നടക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികൾ ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് ഇഡിയുടെ ഈ അവലോകന യോഗത്തിന് ലക്ഷ്യം. നവി. ആജ്ഞ, ഇന്നത്തെ യോഗം അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി പ്രോസിക്യൂട്ടർമാരുടെ യോഗവും ചേരുന്നുണ്ടല്ലോ. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുന്നത്? നവമി, പ്രധാനമായിട്ടും ഇഡിക്ക് വേണ്ടി ഹാജരാകുന്ന ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFIOയുടെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ലഭിക്കാൻ തന്നെ ഇഡിക്ക് ഒരുപാട് വൈതരണികൾ, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഇഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ്സ് അവരുടെ യോഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിൽ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവലോകന യോഗത്തിൽ വരുന്ന ഒരു അസസ്മെന്റിന്റെ ടോട്ടൽ ഒരു അസസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നാളെ പ്രോസിക്യൂട്ടർമാരുടെ യോഗത്തിനും
ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ഈ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, അതായത് കോടതിയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളുണ്ട്. അതുപോലെ ഈ ECIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ഇതുവരെയും ഈ കേസുകളിൽ ED ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ECIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂട്ടർമാരുമായി ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് EDയുടെ ഓഫീസർമാരുടെ അവലോകന യോഗമാണ്. ദക്ഷിണ മേഖല ആസ്ഥാനത്തുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ED ഓഫീസിൽ, കൊച്ചിയിലെ ED ഓഫീസ്, സോണൽ ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അവരുടെ യോഗമായിരിക്കും. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ CMRലെ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കേസുകളുടെ അവലോകനത്തിന് ശേഷമായിരിക്കും നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോട്ടൽ അസസ്മെന്റിന് ശേഷം നാളെ പ്രോസിക്യൂട്ടർമാരുമായി യോഗം ചേരും. നന്ദി. ശരി, ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസടക്കം സുപ്രധാന കേസുകളുടെ അന്വേഷണ പുരോഗതിയാണ് യോഗത്തിൽ വിലയിരുത്തുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വിദേശത്ത് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറിയിച്ചിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന്. എന്തായാലും തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങുമ്പോൾ തൊപ്പി എവിടെയാണെന്ന് ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? തൊപ്പിയെന്ന മുഹമ്മദ് നിഹാദ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് വളരെ സജീവമായിട്ട് പരിഗണിക്കുന്നൊരു സാധ്യതയുണ്ട്. ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യത അടക്കം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ പോലീസ് ഇയാളുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ടടക്കം നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് എന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ യൂട്യൂബ് വഴി അശ്ലീല ദൃശ്യങ്ങൾ, സുഹൃത്തുക്കളെ അശ്ലീല ദൃശ്യങ്ങൾ അടക്കം സംരക്ഷണം ചെയ്തതിനാണ് പിന്നീട് കേസാകുകയും തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ വഴി അതുപോലുള്ള ലൈവ് വഴിയാണ് ഇയാൾ കുട്ടികളടക്കമുള്ളവരുടെ ഇടയിൽ വലിയ സ്വാധീനം നേടിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. തുടർന്ന് പലപ്പോഴും ഇയാളുടെ ഈ ലൈവുകളെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ ഈ സാമൂഹ്യ ബോധമടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. പലതവണയും ഇയാൾക്കെതിരെ പരാതി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് മമ്മു എന്ന മമ്മുവിനെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അത് മറ്റൊരു പരാതിയിലാണ്. ഈ കേസിലും ഈ തൊപ്പി പ്രതിയാണ്. അതും ഈ സമാനമായ രീതിയിലുള്ളതാണ്. അവരെ അശ്ലീലം നടത്തുക, അധിക്ഷേപിക്കുക തുടങ്ങിയ അടക്കമുള്ള പരാതികളെ മുൻനിർത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. ഈ സമാനമായി തന്നെയാണ് ഈ മറ്റൊരു ചാനലും ഇതുപോലെ തന്നെ നടന്നിരിക്കുന്നത്. അന്ന് ഈ തൊപ്പിക്ക് ഒപ്പമായിരുന്നു ഈ മുഹമ്മദ് മമ്മു എന്നയാൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇയാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് വരികയും അതിൽ അധിക്ഷേപം നടത്തുകയും ചെയ്തതിനാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാൾക്കും തൊപ്പിക്കും ഒപ്പമുള്ള സംഘങ്ങൾക്കുമെതിരെ പോലീസ് നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഈ കേസിൽ മറ്റ് ഇയാളുടെ ചില സുഹൃത്തുക്കൾ കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുന്നതോടൊപ്പം തന്നെയാണ് ഈ തൊപ്പിക്ക് വേണ്ടിയുള്ള നടപടികളും കടുപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തു വന്നിരിക്കുന്നു. മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ ഇയാൾക്ക് കടന്നു പോകാനുള്ള, പ്രത്യേകിച്ച് വിദേശത്തേക്ക് കടക്കാനുള്ള മുഴുവൻ സാധ്യതയും ഉണ്ട് എന്നത് പോലീസ് പറയുന്നു. ഇയാളുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുമ്പോഴും പോലീസ് അതിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുള്ള ആളാണ്. അതുകൊണ്ട് ആ രീതിയിൽ ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനൊപ്പമാണ് ലുക്കൌട്ട് നോട്ടീസും വന്നിരിക്കുന്നത്. അയാൾ ഈ അശ്ലീല പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ ഇതെല്ലാം നടത്തുന്നത് ഈ ചാനലിൽ പതിവാകുന്നപ്പോൾ തന്നെയാണ് അശ്ലീല ദൃശ്യങ്ങളും സുഹൃത്തുക്കളുടെ അടക്കം പ്രക്ഷേപണം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പരാതി വരികയും കേസും അതിൻ്റെ ഒരു തുടർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇയാൾക്കെതിരെ പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നവം
ഡാനി, അതോടൊപ്പം തന്നെ ഈ തൊപ്പിക്കെതിരെ നേരത്തെ പരാതി വന്നിരുന്നു. അത് അന്വേഷിച്ച് പിന്നീട് തൊപ്പിയുടെ യൂട്യൂബ് ചാനലടക്കം മാറ്റുന്നത്, വിലക്കിയിരിക്കുന്ന ഒരു നടപടികളിലേക്ക് പോലും യൂട്യൂബ് കടക്കുകയും ചെയ്തു. അപ്പോൾ തൊപ്പിക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം പോലീസ് ഒരുക്കി, അല്ലെങ്കിൽ തൊപ്പിയെ പോലെ ഒരാളെ പിടികൂടാൻ കേരള പോലീസിന് കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയല്ലേ അവിടെ ബാക്കിയാവുന്നത്? തുടക്കത്തിൽ തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ, ഇയാൾക്കെതിരെയുള്ള പരാതികൾ അർഹിക്കുന്ന ഗൗരവത്തോടെ പോലീസ് പരിഗണിച്ചിരുന്നെങ്കിൽ ഇതേപോലുള്ള ഈ തെറ്റുകളെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും എല്ലാം തന്നെ കഴിഞ്ഞു. മുൻപൊരിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ മുന്നോട്ട് പോയതാണ്. പക്ഷേ അതിൽ വലിയ രീതിയിൽ പോലീസിന് മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. അത് പരാതികൾ അത്ര കണ്ട ആ രീതിയിലായിരുന്നില്ല. പിന്നീട് ഇയാൾ ഒരു വളർച്ചയുടെ ഒരു കാലം ഈ രീതിയിൽ പല രീതിയിലെല്ലാം തന്നെ ഈ യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലെല്ലാം സ്വാധീനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, സാമ്പത്തികമായി മെച്ചപ്പെടുന്നു. ആ രീതിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ പോലീസ് ഒരു വലിയ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലേക്ക് ഒളിവിലേക്ക് പോകാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ തടയാനായിട്ടെല്ലാം തന്നെ സാധിക്കുമായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഈ പരാതികൾ കടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് മറ്റു നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. അപ്പോൾ മുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു തിരച്ചിലും കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വൈകാതെ ഇയാൾ ഒരു പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം പോലീസിൻ്റെ ശക്തമായ റിപ്പോർട്ടിനെ തുടർന്നാണ് യൂട്യൂബ് ഇയാളുടെ ചാനലടക്കം പൂട്ടിയത്. അതിനുശേഷമാണ് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ആദ്യത്തെ ഒരു മെല്ലെപ്പോക്കിന് ശേഷം പോലീസ് നടപടികൾ കർശനമാക്കുകയും തുടർന്ന് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആലുവ റൂറൽ സൈബർ പോലീസാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ കേസെടുക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും അവർ തന്നെയാണ്. കൃത്യമായൊരു ട്രാക്കിങ്ങിലൂടെ വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന സൂചന തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ശരി, സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് പോലീസിന്റെ നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിനാണ് കരാറ്. ഒരു രോഗിക്ക് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നാണ് കരാറ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും നിർണായകമായ വിവരമാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നാണ് ഈ കരാർ. നമ്മളെല്ലാം വിശ്വസിച്ചു പോകുന്ന ആശുപത്രികളുടെ മറവിലാണ് ഇത്രയും വലിയൊരു അവയവ കച്ചവടം നടക്കുന്നതല്ലേ? തീർച്ചയായിട്ടും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുമായിട്ടാണ് ഈ കല്ലട്ര മെഡിക്കൽ ടൂറിസം വഴി കരാറുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു രോഗിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയുമായി എത്തുന്ന ഒരു രോഗിയെ എത്തിച്ചു കൊടുത്താൽ 1 ലക്ഷം രൂപയും അതുപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി എത്തിയാൽ 50,000 രൂപയുമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ഫെസിലിറ്റേറ്റർ മാതിരിയാണ് ഇവർ പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ആശുപത്രി അധികൃതരും ഇവരും തമ്മിൽ, അതായത് കല്ലട്ര മെഡിക്കൽ ടൂറിസവും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെയാണ്. നജീബ് കല്ലട്രയുടെ സ്ഥാപനമാണെന്ന് നമുക്കറിയാം. അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് നജീബും കൂട്ടുപ്രതികളും ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇ ഡി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും റെയ്ഡും മറ്റു പരിശോധനകളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ഒരു വലിയ വിവരങ്ങൾ അടങ്ങിയ രേഖ ഇ ഡി പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖ ചമച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ രോഗികളെ എത്തിച്ചാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട 1 ലക്ഷം രൂപ കരൾ മാറ്റിവെക്കലിനും അതുപോലെ വൃക്ക മാറ്റിവെക്കലിന് 50,000 രൂപ ഈ കമ്മീഷൻ ഇനത്തിൽ ഇവർക്ക് നൽകണമെന്നുള്ളതാണ് കരാർ.
ആ കരാറിന്റെ വിശദാംശങ്ങളാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതിന്റെ അന്വേഷണങ്ങളും പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്ര വലിയൊരു വെളിപ്പെടുത്തലുമായി ഇത്ര വലിയൊരു രേഖ ED പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആലുവയിൽ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അവയവദാനത്തിൽ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് സർക്കാർ പുതിയൊരു അന്വേഷണ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയൊരു രേഖയാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്. നവമി, ആജ്ഞാപ്പം ED കഴിഞ്ഞ ദിവസങ്ങളിലായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതായത് മുതിർന്ന ഡോക്ടർമാരെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നുമൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നവമി, ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകൾ വ്യാപകമായിരിക്കുകയും അതിൻ്റെ മേലെയുള്ള ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ രോഗിയും ദാതാവിനെ കബളിപ്പിച്ച് പണമുണ്ടാക്കൽ, ഇതിനിടയിൽ മധ്യസ്ഥതയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ദല്ലാളായി നിൽക്കുന്ന ആൾക്ക് കൂടുതൽ പണം തട്ടിയെടുക്കുന്ന സാഹചര്യവും ഒക്കെ നിരവധി തവണയായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്ര വലിയ ഒരു നെക്സസ് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നതും. അത് നജീബ് കല്ലട്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും നമുക്കറിയാം, ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നതും ഈ വ്യാജരേഖ ചമയ്ക്കൽ ഉണ്ടാകുന്നതും ആ ഭാഗത്തു നിന്നാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പിന്നീട് സ്വകാര്യ ആശുപത്രികളിലേക്ക്, അതായത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് തിരിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതായത് അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ വിശദാംശങ്ങൾ ED പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ആ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുമാണ് EDക്ക് ഈ ഒരു രേഖയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തായാലും ഒരു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, നേരത്തെയും ഈ ആശുപത്രി ഇത്തരത്തിൽ ഈ അവയവ മാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വളരെ അധികം വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുള്ള ഒരു ആശുപത്രി കൂടിയാണ്. അങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.